നല്ല ഔഷധ ഗുണമുള്ള ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് കച്ചോലം. കുട്ടികൾക്ക് വയറുവേദന, ഛർദി, വിരശല്യം, ദഹനക്കേട് ഇവയ്ക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു ഒറ്റമൂലി മരുന്നാണ് കച്ചോലം. ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തിയിരിക്കുന്ന നമ്മുടെ കച്ചോലത്തിൻ്റെ ചെടിയും കിഴങ്ങും എല്ലാം നമുക്ക് നോക്കാം. ഇലകൾ കാണാം. നല്ല കട്ടിയുള്ള ഇലയാണിത്. ഈ ഇലകൾക്ക് നല്ല മണമുണ്ട്. ഇലകൾ വളരുന്നത് നമുക്ക് നോക്കാം. ചുരുണ്ട് നിവർന്നു വരുന്ന ഇലകൾ കാണാം. മണ്ണിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഇലകൾ കാണാം. മണ്ണിൽ പതിഞ്ഞു വളരുന്ന ഒരു ആയുർവേദ ഒറ്റമൂലി മരുന്നാണ് കച്ചോലം. നല്ല പച്ച നിറമുള്ള ഇലകളും വെളുത്ത പൂവുമാണ് ഈ കച്ചോലത്തിന് ഉള്ളത്. കഴിഞ്ഞ വർഷം നട്ടിരുന്ന കച്ചോല ചെടിയാണിത്. സാധാരണ ഇലകൾ ഉണങ്ങുമ്പോഴാണ് ഈ കച്ചോലത്തിൽ നിന്ന് വിളവെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് പറിച്ചെടുക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നല്ല കിഴങ്ങ് കാണും. ഈ കിഴങ്ങിരുന്നാണ് ഇപ്പോൾ കിളിർത്ത് വന്നിരിക്കുന്നത്. നമുക്ക് മണ്ണ് മാറ്റി ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ ഇലയോട് ചേർന്നാണ് കിഴങ്ങിരിക്കുന്നത്. അതുകൊണ്ട് അധികം മണ്ണ് ആഴത്തിൽ മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് മണ്ണ് മാറ്റി നോക്കാം കിഴങ്ങുണ്ടോ എന്ന്. ഈ കച്ചോലം നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. പ്രത്യേക സംരക്ഷണവും ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് കച്ചോല ചെടി. ഇപ്പോൾ ഞാൻ വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുഴഞ്ഞ മണ്ണാണിത്. നമുക്ക് അല്പം മണ്ണ് മാറ്റി നോക്കാം. പച്ചയ്ക്കും ഉണക്കിയും കഴിക്കാവുന്ന ഒരു ഒറ്റമൂലി മരുന്നാണ് കച്ചോലം. നമ്മളിത് ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. ആയുർവേദ കടകളിലൊക്കെ ഇത് ധാരാളമായിട്ട് കിട്ടും. അങ്ങാടി മരുന്നുകളിൽ ഒന്ന് തന്നെയാണ് കച്ചോലം. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന ഉരമരുന്നിൽ ഒന്നാണ് കച്ചോലം. ചെടിച്ചട്ടിയിലും വീട്ടുമുറ്റത്തും പറമ്പിലും റബ്ബർ തോട്ടത്തിലും ഒക്കെ നട്ടു വളർത്തിയെടുക്കാവുന്ന നല്ലൊരു ഔഷധ ചെടിയാണ് കച്ചോലം. പ്രത്യേക സംരക്ഷണം ഒന്നും തന്നെ ഇതിന് വേണ്ട. കുറച്ച് വളം നമ്മൾ ജൈവവളം ഇട്ട് കൊടുത്താൽ കുറച്ച് നല്ലതാണ്. ഇല്ലെങ്കിൽ വളമില്ലെങ്കിൽ പോലും നല്ല മണ്ണാണെങ്കിൽ അതിൽ നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും. ഈ കിഴങ്ങ് നമുക്ക് നോക്കാം. ഇത് വെറും പിഞ്ച് കിഴങ്ങാണ്, കണ്ടോ. ഇത് കഴിഞ്ഞ വർഷം നട്ടിരുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും നമുക്ക് കിഴങ്ങ് പല വലുപ്പത്തിൽ നമുക്ക് കിട്ടിയത്. ചെറുതും പിഞ്ചും, അതായത് നല്ല പറിക്കാറായതും ഒക്കെ ആയിട്ട് കിട്ടിയത്. നമ്മുടെ ചെടിച്ചട്ടിയിൽ നട്ടു വെച്ചിരുന്നാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വയറുവേദന, വിരശല്യമൊക്കെ വരുമ്പോൾ നമ്മളിത് ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ചെടുത്ത് പച്ചയ്ക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പച്ചയ്ക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആദ്യം 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ മരുന്നെടുത്ത്, അതായത് പച്ച കിഴങ്ങ് എടുത്ത് അരച്ച് അല്പം നമ്മൾ ആദ്യം തലയുടെ നെറുകയിൽ പുരട്ടും. അത് കഴിഞ്ഞ് അല്പം തൊണ്ടയിൽ പുരട്ടും. പിന്നെ മൂക്കിൽ മണപ്പിച്ചും കഴിഞ്ഞതിന് ശേഷം അല്പമാണ് നമ്മൾ അരച്ച്, അതായത് ഉരച്ച് വായിൽ വെച്ച് കൊടുക്കുന്നത്. വിര ഇളക്കത്തിനും വിരശല്യം മാറുന്നതിനും വളരെ നല്ലതാണ് കച്ചോലം. രക്തദോഷം, ചൊറി, ദഹനക്കുറവ്, ചർമ്മരോഗങ്ങൾ ഇവയ്ക്കെല്ലാം കച്ചോലം മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ കിഴങ്ങ് തന്നെയാണ് വിത്തായിട്ട് നമ്മൾ നട്ടുവയ്ക്കുന്നത്. ഇപ്പം നമ്മൾ പറിച്ചില്ലെങ്കിൽ പോലും ഇത് വളർന്നു വന്നോളും. കൂട്ടമായിട്ട് തന്നെ 1 വർഷം കഴിഞ്ഞ് പറിക്കുമ്പോൾ കുറച്ച് കൂട്ടമായിട്ട് തന്നെ ഇതിൻ്റെ കിഴങ്ങിരിക്കുന്നതാണ് കാണാൻ പറ്റും. നമുക്കിതുപോലെ വീട്ടിൽ ചെടിച്ചട്ടി നട്ട് വെച്ചിരുന്നത് നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാം. ഇതിപ്പം കഴിഞ്ഞ വർഷം പറിക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു വിത്ത് മാത്രമേ ഇട്ട് നട്ട് വയ്ക്കുള്ളൂ. അപ്പോൾ അത് ഒരു വർഷത്തോളം ഇരിക്കുമ്പോഴേ ഇത് ഇത്രയും കിഴങ്ങൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഏത് ഔഷധ ചെടിയാണെങ്കിലും നമുക്ക് ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള ഔഷധ ഗുണമുള്ള സസ്യങ്ങളും ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കാം. നമ്മുടെ വീട്ടാവശ്യത്തിനും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുമൊക്കെ പലതരത്തിലുള്ള ആയുർവേദ ഒറ്റമൂലി ചെടികൾ ചെടിച്ചട്ടികളിൽ വളർത്തി നമ്മുടെ ആരോഗ്യം നമുക്ക് തന്നെ പരിരക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.